തൻ്റേതല്ലാത്ത കാരണത്താൽ 2 കുട്ടികളുള്ള തീയ യുവതി 32 ശുദ്ധജാതകം. എന്താ നോക്കുന്ന? എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്കും. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ. ചൊവ്വാദോഷമായി പോയില്ലടോ. ചൊവ്വാദോഷം നിങ്ങൾ FB കണ്ട ആദ്യമല്ല മൂത്രം കോരി മുഖത്തേക്കാൻ പറയുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുക? എടോ ഞാൻ പറഞ്ഞല്ല, ബാബ പറഞ്ഞ. അയക്ക് കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ പോയാൽ 5 കൊല്ലം കഴിഞ്ഞവനൊരു സന്യാസിയാവും. അമ്മേ ഒന്ന് പോചക്ക. എടാ ഉപേന്ദ്രന് നാത്തു പോണം. ഓൻ്റെ അവിടെ കൊടുക്കാനുള്ള അരി സാധനം എല്ലാം മാഷിൻ്റെ അടുത്ത് നിന്ന് എടുത്തോ, പിന്നെ കൊടുക്കാം. ജീപ്പ് എടുത്തോ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. നീ എടേക്ക്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ ധീരന്മാർ, രക്തസാക്ഷികൾ ധീരന്മാർ, ധീരന്മാർ അവർ വീരന്മാർ, ധീരന്മാർ അവർ വീരന്മാർ. ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. പ്രിയപ്പെട്ട സഖാക്കളെ, അടുത്തതായി പാർട്ടിക്ക് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച സഖാവ് NK രവീന്ദ്രൻ കുടുംബസഹായ ഫണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇന്നും സമരവീര്യം ചോർന്നു പോകാത്ത പാർട്ടിയുടെ ധീര പോരാളിയും ജീവിക്കുന്ന രക്തസാക്ഷിയുമായ സഖാവ് കല്ലേൽ മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യ സംഭാവനയുടെ ചെക്ക് പാർട്ടിക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ മുന്നണി പോരാളിയുമായ സഖാവ് ചെന്യം സുധാകരനാണ്. ലാൽ സലാം സഖാവേ. ലാൽ സലാം. ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. ഈ അവസരത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി സഖാവ് ചെന്യം സുധാകരനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും വിപ്ലവ സ്മരണകൾ തുടിക്കുന്ന ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ ഒരു രക്തതാരകം കൂടി ഉദിച്ചിരിക്കുന്നു. സഖാവ് NK രവീന്ദ്രൻ. ചെന്നിയത്തിന്റെ മണ്ണിൽ വീണ സഖാവ് രവീന്ദ്രന്റെ ചുടുചോരിയെ സാക്ഷിയാക്കി ഞാനിതാ പ്രഖ്യാപിക്കുന്നു, നമ്മൾ തിരിച്ചടിക്കും, നമ്മൾ തിരിച്ചടിച്ചിരിക്കും, പകരം ചോദിച്ചിരിക്കും. പട്ടിണി പാവങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും തോളോട് ചേർന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും പൊരുതിയ നമ്മുടെ പ്രിയ സഖാവിന്റെ ചോരക്ക് പകരം ചോദിക്കാതെ ചെന്നിയത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉറങ്ങുകയില്ല. പ്രിയ സഖാക്കളെ, MSPക്കാരുടെ തോക്കിനു മുന്നിൽ തലകുനിക്കാത്ത ഈ പാർട്ടിയുടെ വീര്യം കെടുത്താൻ സ്റ്റീൽ ബോംബും വടിവാളും കൊണ്ട് കഴിയും എന്ന് കരുതുന്ന മണ്ടന്മാരായ ഫാസിസ്റ്റ് ക്രിമിനലുകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. 100 കണക്കിന് വിപ്ലവകാരികളുടെ ജീവത്യാഗത്തിന്റെ തീയിൽ കുരുത്ത ഈ പ്രസ്ഥാനത്തിന്റെ ഉൾക്കരുത്ത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഫാസിസ്റ്റ് വർഗീയവാദികൾ ഇന്ത്യ ഭരിക്കുന്നുണ്ടാവും, അവരെ നാം ഓർമ്മിപ്പിക്കട്ടെ. കാവാലികരെ, നിങ്ങളുടെ അധികാര ഹുങ്കിന് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ജാനിക്കുട്ടി, നീ എന്തിനാ എപ്പോ ഇങ്ങനെ പൈസ ചെലവാക്കുന്നത്? എന്റെ ജാനമോൾക്ക് വരച്ചു പഠിക്കാനല്ലേ? നീ മേടിച്ചു കൊടുക്കും, എന്നിട്ട് അതുപോലെ ഓരോന്ന് ഓള് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഏടെന്നെടുത്ത് കൊടുക്കാനാ? നെയ്ത്തുശാലയിൽ നിന്ന് ആകെ കിട്ടുന്ന 3000 റുപ്യ. എന്നോട് പറഞ്ഞാ പോരെ? നീ അമേരിക്ക പോവല്ലേ, പിന്നെ നിന്നെ കാണാൻ കൂടി കിട്ടൂല. ഞാൻ മൈസൂരിൽ പോയപ്പോ നീ എന്നെ കാണുന്നില്ലേ? പിന്നെ അമേരിക്കയും മൈസൂരും ഒക്കെ ഇപ്പോൾ ഒരുപോലെ തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. എൻ്റെ സ്കോളർഷിപ്പ് ഒന്ന് ശരിയായിക്കോട്ടെ. പിന്നെ എൻ്റെ ജാനിമോള് വലുതാവുമ്പോൾ ഞങ്ങളൊന്നിച്ച് അമേരിക്കയിലേക്ക് പോവും, അല്ലേ ജാനിക്കുട്ടി? ടീ, എൻ്റെ പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിന് നെയ്ത്തിന്റെ കുറച്ച് ഫോട്ടോ വേണം. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അവിടെ ഉണ്ടാവും. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. വാളുണ്ട്, അതിനെ മുറിക്കാൻ കഴിയൂല. തീയുണ്ട്, കത്തിക്കാനും കഴിയൂല. വെള്ളം കൊണ്ട് കെടുത്താനും പറ്റൂല. കാറ്റിലത് ഉണങ്ങും. എന്താന്നത്? എന്താ
അതാണ് ആത്മാ. ശരീരത്തെ വാളുകൊണ്ട് മുറിവേൽപ്പിക്കാം, ആൾക്കാരെ കൊല്ലാം. പക്ഷേ ഇതെന്തിനാ ഇനി മാത്രം എടുക്കുന്നത്? ജീവ വരുന്നതല്ല, റിമാൻഡിലല്ലേ? അത് അനശ്വരാണ്. അർജുൻ യുദ്ധക്കളത്തിലെത്തിയപ്പോൾ തോന്നിയ വിഷമം ഇതൊന്നത് ജയിലിലേക്ക് പോണ എനക്കെന്തിനാ പുളിയിഞ്ചി? തിരിച്ചു വരൂല, വരുമ്പല്ലേ അപ്പം നോക്കാം. അതിനത് മോശാവൂല, കൊറേ കാലം നിക്കും. ഞാൻ ഉണ്ടാക്കിയതാന്ന്. എനക്ക് വേണ്ട. ദേഹം മാത്രം അടുത്തോ ഉപേന്ദ്ര, അന്നവിടെ വക്കീല് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഓന്റെ ഇതും കൂടി മുളക്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി ഗീത മനപ്പാടാക്കണം. അപ്പൊ ഇന്നത്തെ ഗീതാ പഠനം കഴിഞ്ഞു. വന്ദേ മാതരം. ഉള്ളിലേക്ക് വെച്ചോ. എടാ ഉപേന്ദ്ര, വന്ന് ഹനുമാൻ സ്വാമിനെ തോന്നിട്ട് പോ. വണ്ടി ചേട്ടാ. ഓ, 2 ആഴ്ച അതിനുള്ളിൽ ഓനെ നമ്മൾ പുറത്തിറക്കില്ലേ? നമ്മള് പുറത്തേക്ക് കേട്ടാ. വാടാ. ആ ശരി. 1-2 ദിവസം സാധനം പാടുണ്ട്, അത് നാളെ എത്തിച്ചേക്കും. എടി, അത് കുറച്ച് പുളിയിഞ്ചിയാ, മൊത്തം തീർക്കല്ലേ, എനക്കൂടി വെക്കണേ. അമ്മ പോയിട്ട് വരാം. നീ എടാ പോന്ന്? കല്യാണത്തിനാ? ഓടോ. ഭഗവത്ഗീത SSLC ബുക്കാ. ആലയിൽ കുറച്ച് മറ്റ് വെച്ചിട്ടുണ്ട്, സീറ്റിട്ട് മൂടി വച്ചേക്കുന്നു. ഇടയ്ക്ക് ഷീറ്റിന്റെ മേലെ ഒന്ന് നനച്ചു കൊടുക്കുന്നു. അതൊക്കല്ലേ? ഡാ, നീ ഇങ്ങോട്ട് വന്ന. നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഡാ, നായിനെ പോലെ ജീവിക്കുന്നതിലും വേഗം നരീനെ പോലെ മരിക്കുന്ന. ഞാൻ പോയിട്ട് വരാം. നീ വിഷമിക്കണ്ട, ഏട്ടൻ പെട്ടെന്ന് ഇങ്ങ് വരൂലേ? അന്യ എന്റെ പേടി. ഏട്ടൻ നിനക്ക് അടുത്തു വന്നു.